നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും ഇപ്പൊ സന്തോഷായില്ലേ? തൃപ്തിയായില്ലേ? എല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ? എന്റെ ബാലമാമന്റെ കണ്ണീര് കണ്ടിട്ട് പോലും നിങ്ങക്ക് ദയവ് തോന്നുന്നില്ലേ? ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരാ അക്കുച്ചേട്ടനും ബാലമാമി. അവർക്ക് ഇങ്ങനൊരു ശിക്ഷ കൊടുക്കണം. ഒരു സങ്കടം വന്നാൽ ദൈവങ്ങൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലല്ലേ ഈ ഭൂമിയിലുള്ള എല്ലാവരും ജീവിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അക്കുച്ചേട്ടനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, എന്റെ ബാലമാമന്റെ കണ്ണീര് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾക്ക് എന്തിനാ നെയ്വിളക്ക്? എന്തിനാ പൂക്കള്? ഇത് വിധിയാണെങ്കിൽ ഈ വിധി മാറ്റി എഴുതാൻ കഴിയില്ലേ? ഈ അപമാനത്തിൽ നിന്ന് എന്റെ അക്കുച്ചേട്ടനെ രക്ഷിക്കാൻ പറ്റില്ലേ? പറ, മറുപടി പറ. അതിന് മറുപടി ഞാൻ തരാം. നീ എത്ര കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥന ഈ ദൈവങ്ങൾ കേൾക്കാൻ പോകുന്നില്ല. കള്ളന്മാരുടെ കൂടെ ദൈവം ഉണ്ടാവില്ല ചാരു. നിന്റെ കെട്ടിയോനെ നല്ലവനാ, സത്യസന്ധന, വീട്ടിലുള്ളവരോട് നുണ പറയാം. പക്ഷേ ദൈവത്തോട് നുണ പറഞ്ഞാ പിടിക്കപ്പെടും. നിന്റെ പ്രാർത്ഥന കേട്ട് കൈക്കൂലിക്കാരെ രക്ഷിക്കാൻ പോകണോ ഈ ദൈവം? അവൻ വാങ്ങിയ കൈക്കൂലി കാശ് വെച്ച് ദൈവങ്ങൾ ഡീൽ ചെയ്യാണോ നീ? അവൻ കൈക്കൂലി വാങ്ങിയ കാശ് മുഴുവൻ കൊണ്ടുപോയി അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ടാലും അവൻ ചെയ്ത തെറ്റ് ദൈവം പൊറുക്കൂല. ആകാശിന്റെ തലയ്ക്ക് മീതെ ഒരു കത്തി തൂങ്ങിക്കിടപ്പുണ്ട്. അതവനെ കുത്താതെ വിടൂല്ല മോളെ. ഏത് അമ്പലത്തിലെ ദൈവങ്ങളായാലും അവനെ രക്ഷിക്കൂല. തീർന്നു അവന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉദ്യോഗം. വിശ്വാസം വരുന്നില്ലേ? പോയി നോക്ക്. എന്റെ ദൈവങ്ങളെ, ഈശ്വര ഭഗവാനെ, നല്ലവരെ മാത്രം രക്ഷിക്കണേ. ഈ കൈക്കൂലിക്കാർക്കൊക്കെ വേണ്ട രീതിയിലുള്ള ശിക്ഷ കൊടുക്കണേ ഭഗവാനെ. ഭഗവാനെ, ദൈവങ്ങളോട് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥന വേസ്റ്റാ. ഭഗവാനെ കാത്തുകൊള്ളണേ ഭഗവാനെ. ഈശ്വര, എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളെല്ലാവരും എന്റെ അക്കുച്ചേട്ടനെയും ബാലമാമന്റെയും കൂടെ ഉണ്ടാവുന്നു. കൈവിടല്ലേ ഭഗവാനെ. വക്കീലെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആകാശിനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഫൈനലും കയറി നടക്കാൻ പോവാ.
വാദിയും വിറ്റ്നസ്സായ ചീഫ് എഞ്ചിനീയറും എത്തിയില്ലല്ലേ? ഇപ്പോൾ വരും സർ. എക്സ്ക്യൂസ് മീ സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. മാഡം ഇരിക്കും. കംപ്ലൈന്റ് തന്ന കോൺട്രാക്ടർ മോഹൻദാസ് വന്നോ? വന്നു സർ. ആ വിളിക്ക്. സാർ, നമസ്കാരം സർ. മിസ്റ്റർ മോഹൻദാസ്, നടന്നതൊക്കെ ഡീറ്റെയിൽസ് ആയി വള്ളി പുള്ളി തെറ്റാതെ ഒന്ന് പറഞ്ഞേ. സർ, ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല സർ. കിടങ്ങറായിലെ പുതിയ കലകിന്റെ ടെൻഡർ തരാമെന്ന് പറഞ്ഞ് ആകാശ് സാർ 50,000 രൂപ എന്നോട് ആവശ്യപ്പെട്ടു. സർ, ഇയാൾ പറയുന്നത് നുണയാ. ഞാൻ കാശൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആകാശ്, സൈലൻസ്. ഞാൻ നിങ്ങളോട് ചോദിക്കും, അപ്പോ പറഞ്ഞാ മതി. സോറി സർ. മോഹൻദാസ് പറയൂ. സർ, എന്നോട് കൈക്കൂലി ചോദിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു പരാതി കൊടുത്തു. ഇവിടുത്തെ സാറന്മാർ തന്ന 50,000 രൂപയും കൊണ്ട് ആകാശ് സാറിന്റെ ഓഫീസിലേക്ക് പോയി. എന്റെ കൂടെ SI സാറും ഉണ്ടായിരുന്നു. ഞാൻ 50,000 രൂപ ആകാശ് സാറിന് കൊടുത്തപ്പോ സാറന്മാർ ആകാശ് സാറിനെ വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു. ഇല്ലച്ചാ, നുണയാ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ CCTVയിലുണ്ട്. പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ വേറെയുണ്ട്. ഓക്കെ ഓക്കെ. പ്രതിഭാഗത്തിന് എന്തൊക്കെയാ പറയാനുള്ളത്? ആകാശ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. ആ സത്യസന്ധത കാരണം ആകാശിന് ഒരുപാട് ശത്രുക്കളും ഉണ്ട്. അതിലാരോ ഒരാളാണ് മോഹൻദാസിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ആകാശിന് എന്താ പറയാനുള്ളത്? സർ, ഞാൻ വാങ്ങിയ കാശ് ടെൻഡർ ഫോമിന്റെ മറ്റ് എക്സ്പെൻസിന്റെയാ. അത് ഞാൻ ബില്ല് ഇട്ടിട്ടുണ്ട്. ബില്ലിട്ടാണോ കാശ് വാങ്ങിയത്? അതെ സർ. ആ ബില്ലിന്റെ കോപ്പി ഉണ്ടോ? ഇല്ല സർ, ആ ബിൽ ബുക്ക് ചെയ്യുന്ന കാണുന്നില്ല സർ.